ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി, അതും ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി മോഡേൺ ആയിട്ടുള്ള ഗൊറില്ല 450 അത് നമ്മുടെയാണ്. ഇതിലിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നാണ് ഈ വീഡിയോയിൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഓണാവും. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ചിലപ്പോൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമുക്ക് ലേക്കിലൊക്കെ ഉള്ള റോഡും കാര്യങ്ങളെല്ലാം മഞ്ഞ് വീഴ്ച കാരണം അടച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി. സോ നമ്മളത് പോസ്റ്റ്പോൺ ചെയ്ത് ഫെബ്രുവരി ഓർ മാർച്ചിലേക്ക് നമ്മൾ മാറ്റുന്നതാണ്. എന്തായാലും നമ്മൾ ഓൾ ഇന്ത്യ പ്ലാൻ ചെയ്തു, വണ്ടിയെല്ലാം ബിൽഡ് ചെയ്തു, നമ്മളതിന് വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം എടുത്തു. സോ എന്തായാലും നമ്മൾ ഈ 2025 തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ കൂടെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. അപ്പം അതറിയണമെങ്കിൽ എല്ലാവരും ഒന്ന് സ്റ്റേ ട്യൂൺ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ പോയി അർജുനെ വിളിക്കുന്നു. അർജുനെ വിളിച്ചിട്ട് നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകണം. നമ്മളപ്പോൾ അർജുനെ വിളിച്ചു. നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ്. അപ്പം നിലവിൽ അവിടെ ചെന്നാൽ നല്ല രസമായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇപ്പം എങ്ങനെയാണ് ഇരിക്കണത്, സ്ഥലം എങ്ങനെയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമോ, എല്ലാം നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മുടെ അടുത്ത ട്രിപ്പ് നമ്മൾ 3 സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഏത് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഇപ്പം നമ്മുടെ ലിസ്റ്റിലുള്ളത് കൊടൈക്കനാൽ, പൂണ്ടി, ദെൻ ഊട്ടി, പിന്നുള്ളത് വട്ടവട. ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് വീഡിയോ ഫസ്റ്റ് വേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ, അതായത് ജാനുവരി 5 കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൈഡ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഏത് വീഡിയോ ആണ് എവിടെയാണ് പോകേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി ഇപ്പം കറക്റ്റ് 6004 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർവീസ് 5000 കഴിഞ്ഞിട്ട് ഇപ്പം 1004 കിലോമീറ്റർ കൂടെ ഓടി. മൊത്തം 6004 കിലോമീറ്റർ ഓടി കേട്ടോ നമ്മുടെ വണ്ടി. ഇപ്പം ഗൈസ്, നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് ആട്ടോ പോകുന്നത്. ഇനി കുറച്ച് ഓഫ് റോഡാണേ. ഇവിടെ ഫോട്ടോ എടുത്ത സെറ്റപ്പ് ആയിരിക്കും അല്ലേ? റോഡിൽ വെള്ളം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഗൈസ്, നമ്മളിതുവരെ ജീപ്പൊക്കെ ആയിട്ട് വരുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കാണും കേട്ടോ. വെള്ളം കുറവ് ഗൈസ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വരാജിൽ നിന്ന് നമ്മുടെ അയ്യപ്പൻ കോവിലേക്ക് പോകുന്ന, അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോണ വഴി കേട്ടോ. ഇത് ഫോറസ്റ്റാണ് കേട്ടോ. രണ്ട് സൈഡും ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളതാണ്. നമ്മൾ ഇതിന് കൂപ്പെന്നാണ് പറയുന്നത്. അടിപൊളി കേട്ടോ. പണ്ടോട്ടെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അടുത്ത കാലത്തൊന്നും വരവില്ല ഇങ്ങോട്ട്. ഇവിടെ ശിവരാത്രിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നല്ല വെള്ളം കയറുമ്പോൾ ഇവിടെ ഈ റോഡിലൊക്കെ വെള്ളം കയറുന്നത്. അപ്പോൾ ഇതിലെ കൂടെ വരാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ. തൊട്ട് ഫ്രണ്ട് ഒരു ഇത് ഓടുന്നുണ്ട്, ഒരു ഓട പോലെ. ഓടയല്ല, ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ റോഡ് ഫുള്ള് വെള്ളത്തിലായിരിക്കും. വെള്ളമുണ്ട് കേട്ടോ.
ഇവിടെ കയറും, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന. ഇവിടെ പക്ഷെ വണ്ടി കൂടാ, അത്രയും വലിയതായി തോന്നുന്നില്ല. ഇവിടെയൊക്കെ വെള്ളം പോകുന്ന. ഇവിടെ ഫുള്ള് വെള്ളം കയറുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ലായിരിക്കും വെള്ളം കയറി കഴിഞ്ഞാൽ. എന്നതാ ബൈക്കോ പോണേ? പിന്നെ ഞാൻ അവിടെ ജീപ്പ് ഇറക്കിയിട്ടുള്ള. ഇവിടെ ആ പുറയിലത്തെ കാര്യം തന്നെ പറഞ്ഞേ. ഓനോ നമ്മൾ മുങ്ങി അടിച്ച് വീഴുവോ അതോ? ടയറില്ലാത്തതിൻ്റെ ഒരു പേടി മാത്രമേ ഉള്ളൂ. ടയറില്ലാത്തതിൻ്റെ ഒരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. ഇവിടെയൊക്കെ കാട് കയറിയല്ലോ ഭയങ്കരമായിട്ട് അല്ലേ? കാട് കയറിയെന്ന് ഭയങ്കരമായിട്ട്. ഇപ്പോഴാണ് അല്ല ഇപ്പോഴാണ് ശരിക്കും കാടൊരു കാടായെന്ന്. അടിപൊളിയല്ലേ? ഇതിപ്പോൾ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 12:30. പക്ഷേ ഈ പറയുന്ന വെയിലിൻ്റെ വലിയ കാടിനോ ഒന്നും അറിയാനൊന്നുമില്ല. നിനക്ക് ചൂടെടുക്കുന്നുണ്ടോടാ? അതാണ്. വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. അതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം. ഇവിടെയൊക്കെ വെള്ളം മുങ്ങുന്ന സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഇവിടം വരെ എത്തി വെള്ളം. മുളയാണ് കേട്ടോ, മുള. അയ്യോ ഇവിടുത്തെ ഇതൊക്കെ ഒടിഞ്ഞു പോയി. ഇല്ലടാ വണ്ടി ഉണ്ടോ? ബാക്കിയുള്ള എല്ലാ വെള്ളവും കുടിക്കാൻ കൊള്ളാമെന്നായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിയാറില്ലേ, പെരിയാറാണ് കേട്ടോ നമ്മുടെ ഈ ലെഫ്റ്റ് കാണുന്നത്. പെരിയാറിന് വെള്ളം കയറി കിടക്കണതാണ്. പെരിയാറിൻ്റെ വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല. പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം ഇടുക്കി ഡാമിൻ്റെ സ്രോയിലായിട്ട് വരും കേട്ടോ ഇത്. നമ്മുടെ ഈ മോളിൽ കാണുന്ന കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ്. വെള്ളം കയറി കിടക്കുമായിരിക്കും. പാലം ഇതിൻ്റെ അടിയിലും കണ്ടോ? ഇവിടെ റോഡുണ്ട് കേട്ടോ, റോഡും പാലമൊക്കെ ഉണ്ട്. അതെല്ലാം മുങ്ങി കിടക്കും കേട്ടോ. നേരെ കയറാം, നേരെ കയറാം. നമുക്ക് ഇവിടെ എല്ലാം നിൽക്കാം, ഇവിടെ എല്ലാം നിൽക്കാം. നല്ല രസമുണ്ട് ഇതിൽ വണ്ടി ഓടിക്കാൻ, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. വെള്ളം കയറി ഇതാണ് കേട്ടോ അയ്യപ്പൻ കോവിൽ അമ്പലം.
ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. അപ്പോൾ കഴിച്ചത് ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അയ്യപ്പൻകോവിലാണ്. അയ്യപ്പൻകോവിൽ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണ്. പണ്ടൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനലി ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പം നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ്, അതിലേക്ക് 2 ഘട്ടമായിട്ടാണ് നമ്മൾ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ വന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ ഈ ലെജൻഡറി കസ്റ്റംസിൻ്റെ വിൻഷീൽഡും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഗ്രില്ലും. ഇത് നമ്മൾ ആദ്യമേ ചെയ്തിരുന്നതാണ്. ഇതൊക്കെ നമ്മൾ തന്നെ പിടിപ്പിച്ച കേട്ടോ. അപ്പം ഇത് നമ്മൾ ദീപാവലി ഓഫർ ഉണ്ടായിരുന്നപ്പോൾ എടുത്താണ് ഈ ഹെഡ്ലൈറ്റ് ഗ്രില്ലും ഈ വിൻഷീൽഡും. പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കാണ്. നമ്മൾ ആദ്യം ചെയ്ത വർക്ക് ഫസ്റ്റ് പറയാം. സ്റ്റേജിൽ ചെയ്തിരുന്ന വേറൊരു കാര്യമായിരുന്നു സൈഡിൽ സ്റ്റേയും ബാക്ക് കാരിയറും ടോപ്പ് ബോക്സും. നമ്മളപ്പം ഇത് എടുത്തിരിക്കുന്നത് മോട്ടോർ ടോർക്കിനാണ്. ബാക്ക് കാരിയറും സൈഡിൽ സ്റ്റേ എടുത്ത മോട്ടോർ ടോർക്കും അതുപോലെ തന്നെ JB റേസിങ്ങിൻ്റെ 45 ലിറ്ററിൻ്റെ ടോപ്പ് ബോക്സുമാണ് നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഇതിന് കൊടുത്തിരുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് പോയ നമ്മൾ എറണാകുളം പോയി ചെയ്ത വർക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന ലൈറ്റ്സ്. നമ്മൾ 4 ഓക്സിലറി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. HGJയുടെയാണ് 4 ലൈറ്റും കൊടുത്തിരിക്കുന്നത്. 2 നമുക്ക് മണ്ടേ കാണാൻ വലുത്, 2 കാണാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കിതിവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതും HGJയുടെ തന്നെ പേഴ്സാണ്. മുകളിൽ ഇരിക്കുന്നതിൻ്റെ നേരെ ചെറുതാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് മഞ്ഞ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെജൻഡറി കസ്റ്റംസിന് തന്നെ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്കിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അതും ഈ പറയുന്ന പോലെ ലെജൻഡറി കസ്റ്റംസിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യം റൈഡിങ് ഗിയർസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ റൈനോക്സിൻ്റെ 2 സാഡിൽ ബാഗ്സും എടുത്തിട്ടുണ്ട്. സാഡിൽ ബാഗിൻ്റെ ഫോട്ടോ ഞാനത് സൈഡിൽ കൊടുത്തേക്കാം. ഇത് രണ്ടുമാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഏറെക്കുറെ പ്രൈസും കാര്യങ്ങളെല്ലാം ഇനി ഒന്ന് പറഞ്ഞു പോകാം. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വലിയ മഞ്ഞ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തേക്കുന്നത്. ചെറിയ ലൈറ്റിന് ഇത് കമ്പനി വരുന്ന സ്വിച്ചാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് വെച്ചുകൊണ്ട് ഇത് ഒതുക്കി നമ്മുടെ വണ്ടി വന്നിരിക്കുന്ന ഒരു രീതിയിലിരിക്കണം കേട്ടോ. ഇത് നമുക്ക് കമ്പനി വയറിങ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് LR മോട്ടോഴ്സിൽ നിന്നാണ്. ഇതിന് 3 മോഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടിയിരിക്കുന്ന ലൈറ്റിന്. അതെല്ലാം നിങ്ങളെ വഴി കാണിച്ചു തരാം. അപ്പം നമ്മുടെ വണ്ടി കണ്ടിട്ട് ഒരു പുള്ളി വണ്ടിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ആൾക്ക് ചെറിയ പ്ലാനുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ വണ്ടി ഒരുപാട് ഇറങ്ങിയിട്ടില്ലെങ്കിലും ആൾക്കാർക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ ഉറപ്പായിട്ടും മേടിക്കും കേട്ടോ. ആ ഒരു രീതിയിലുള്ള വണ്ടിയാണ്. അതിപ്പോൾ ഞാനായിട്ട് ഒത്തിരി പറയുന്നില്ല, ഒരുപാട് പേര് ഇപ്പോൾ തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി നമ്മുടെ അടുത്ത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളെല്ലാം മേടിച്ചു. അർജുനോടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഹായ് അണി. അവനോട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അവനാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ വന്നത്. അപ്പം നമ്മൾ ടെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ പില്ലോസ്, പിന്നെ ടെൻറ്റ് ലൈറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ റൈഡിങ് ഗിയർസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളിത് ഷീൽഡിൻ്റെ വൈപ്പർ 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൈഡിങ് കവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ലെവൽ 2 ജാക്കറ്റ്, അതുപോലെ തന്നെ പാൻറ്റ്, ഷൂസ് കാര്യങ്ങൾ നമ്മൾ എടുത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അതാണ് നമുക്കിന്ന് വേണ്ട. വണ്ടിയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ഏറെക്കുറെ സ്പെക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്കിന്നിപ്പം ഇവിടെ ബാഗുണ്ട്. ബാഗിൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. ബാഗുണ്ട്. ബാഗ് നമ്മൾ ആ റൈനോക്സിൻ്റെ തന്നെ ചതുരത്തിലുള്ളൊരു ബാഗാണ്. ഏറെക്കുറെ 32 ലിറ്റർ വൺ സൈഡുള്ള ബാഗായിരുന്നു. പക്ഷേങ്കിൽ അത് ഇട്ടുമ്പോഴത്തേക്ക് സാധനം ഇല്ലാത്തതുകൊണ്ട് ഒരു തളർന്ന് കിടക്കുന്ന പോലെയായിരുന്നു. ഒരു ചുങ്ങിക്കിടക്കല്ലേ, ചുങ്ങിക്കിടക്കുന്നതിന് എന്താ പറയുക,
നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. അപ്പം അത് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഷേപ്പ് തോന്നിയില്ല. നമ്മൾ വണ്ടിയിൽ ഇത്രയും വൃത്തിയായി കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഷേപ്പ് തോന്നിയില്ല. സോ ഞാൻ അവരോട് പറഞ്ഞ് ചേഞ്ച് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഞാനിത് ഈ ബാഗ് എടുത്തത്. ഇപ്പോൾ ഇതേ സൈഡിൽ കാണുന്നില്ലേ, ഈ ബാഗ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ബാഗാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. ഇത് 28 ലിറ്ററാണ്. 4 ലിറ്റർ അടുത്ത് വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ നോക്കിയിട്ട് സാധനം ഇല്ലെങ്കിലും നല്ല ഷേപ്പിൽ കിടക്കണതാണ്. നമുക്ക് വണ്ടിക്ക് ഒരു ഭംഗി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കാം. എടാ അർജുനെ ലൈറ്റ് വന്നിട്ടാടാ ഓണക്കടയി. ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് മഞ്ഞ ലൈറ്റ്, ചെറിയ ലൈറ്റ് വരുന്നത്. ഇതിന് ഒറ്റ മോഡേ ഉള്ളൂ. ഓണാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇതിൻ്റെ കവർ ഊരിയിട്ടുണ്ടെങ്കിൽ ഓണാക്കിടാം. ഇതിൻ്റെ കവർ നമുക്ക് വേണമെങ്കിൽ ഊരാം. കവർ ഊരിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ വൈറ്റ് ആവും. നമ്മൾ പക്ഷേങ്കിൽ നമ്മൾ യെല്ലോ ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യണേ. കാരണം ഇത്രയും വലിയ ലൈറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് യെല്ലോ ആണ് ആവശ്യം വരുന്നത്. കാരണം നമ്മൾ മെയിനായിട്ട് വെച്ചത് ഈ വണ്ടിക്ക് വെട്ടം കുറവുള്ളതുകൊണ്ട് ഇവയിലാണ് നമ്മൾ ഈ മഞ്ഞ ലൈറ്റ് വെച്ചത്. ഓഫാക്കിയേ മറ്റേ ലൈറ്റ് കേട്ടോ, വെള്ള അടിയിലെ ഇതാണ് അടിയിൽ വരുന്ന ലൈറ്റ്. ഇത് ഇച്ചിരി ചെരിച്ചാണ് വെച്ചേക്കുന്നത്. അതായത് റോഡിൻ്റെ സൈഡ് രണ്ടും കവർ ചെയ്യുന്ന രീതിയിൽ. മോഡൊന്ന് മാറിക്കണം. ഇങ്ങനെ ഒരു മോഡ് വരുന്നുണ്ട്. ഇത് ഒറ്റ മോഡാണ് കേട്ടോ. ദെൻ അടുത്ത് ഇങ്ങനെ 3 മോഡാണ് വരുന്നത്. കത്തിനിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെ 3 മോഡ്സാണ് ഈ ലൈറ്റിന് വരുന്നത്. അപ്പം ഏറെക്കുറെ നമുക്ക് ഈ വലിയ ലൈറ്റിന് 1950 സംതിങ് ആണെന്ന് തോന്നുന്നു നമുക്ക് വന്നേക്കുന്ന റേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ലൈറ്റിന് 2850 സംതിങ് ആണെന്ന് പെയറിന് വന്നേക്കുന്നത്. അത് പെയർ സെറ്റായിരുന്നു. ഇത് ഒരു ലൈറ്റിന് വന്നേക്കുന്ന റേറ്റ് ആയിരുന്നു അത്രയും. ലാസ്റ്റ് ചെയ്ത വർക്കിന് നമുക്ക് സാധനങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾക്കായ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. നമ്മുടെ സ്കിപ്പ് ലൈറ്റിന് നമുക്കായിരിക്കുന്നത് 2850 രൂപ കേട്ടോ. ലെജൻഡറി കസ്റ്റംസിൻ്റെ നമ്മുടെ എല്ലാവരും മോട്ടോഴ്സിനാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഏറെക്കുറെ വന്നത് 2850 രൂപ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലെജൻഡറി കസ്റ്റംസിൻ്റെ ക്രാഷ് കാർഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കാർഡിന് നമ്മൾ ഏറെക്കുറെ വേണ്ടി വന്നത് 4500 രൂപയായിരുന്നു. ഈ ഫോഗ് ലൈറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇതിന് വേണ്ടി വന്ന 1950 കേട്ടോ. ഒരു ലൈറ്റിന് 1950 വെച്ച് 2 ലൈറ്റ് ആയിരുന്നു കേട്ടോ. മൊത്തം ഈ ഒരു വലിയ ലൈറ്റിന് പെയറിന് വന്നിരിക്കുന്നത് നമുക്ക് 3900 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ലൈറ്റിന് നമുക്ക് 2950 ആയിരുന്നു. അവർ ഡിസ്കൗണ്ട് ചെയ്ത് 2700 നമുക്ക് ഈ രണ്ടെണ്ണം ഒരു പെയർ ആയിരുന്നത്. അത് നമുക്ക് വന്നിരിക്കുന്നത് 2700 കേട്ടോ. ചെറിയ ലൈറ്റിലെ അത് ഫുൾ കിറ്റ് സൈസാണ് വരുന്നത്. അത് നമുക്ക് 2700 കേട്ടോ കിട്ടിയത്. നമ്മളിവിടെ ഒരു പറയാൻ വിട്ടു ഒരു കാര്യമാണ്. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. നമുക്ക് ചാർജർ വരുന്നതുകൊണ്ട് ചാർജർ ഇല്ലാത്ത നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡർ ആയിരുന്നു. ആ മൊബൈൽ ഹോൾഡറിൻ്റെ ഇതാണ് നമുക്കിവിടെ ഉള്ളത്. ഞാനത് ഊരി വെച്ചേക്കാണ്. നമുക്ക് യാത്ര പോകുമ്പോൾ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഊരി വെച്ചേക്കാണ്. അതിന് ഏറെക്കുറെ നമുക്ക് വന്നിരിക്കുന്ന 1900 രൂപ കണ്ട 1900 രൂപ അതിന് വന്നിട്ടുണ്ട്. ആ മൊബൈൽ ഹോൾഡറിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്വിച്ചിന് വന്നേക്കുന്നത് സ്വിച്ചിന് നമുക്ക് 200 രൂപ 250 രൂപ ഈ സ്വിച്ചിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇത്രയായിരുന്നു നമ്മൾ അവിടുന്ന് ചെയ്തിരുന്നത്. ഇത്രയാണ് നമ്മൾ LRL നിന്ന് ചെയ്തിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ LRL നിന്ന് ഞാൻ വർക്ക് ചെയ്തു. നമ്മളവിടെ പറഞ്ഞ പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഞാൻ പ്രീമിയം ആയിട്ടാണ് ചെയ്തിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് ഒരു ഫോൾട്ട് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വയർ കട്ട് ചെയ്തത്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ വയറിങ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ചെയ്തത് പക്കായിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് LRL നിന്ന് ചെയ്യുന്നത്. നമ്മൾ റേറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കിയിരുന്നില്ല. കാരണം വർക്ക് പക്ക ആണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതിനകത്ത് വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്താണെന്ന് തോന്നുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്വിച്ച് പോയിരുന്നു. ഈ സ്വിച്ച് വർക്കാവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് വലിയ ലൈറ്റ് വീട്ടിൽ വന്നിട്ട് ഓണാക്കി പോലും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സ്വിച്ച് അല്ലാതെ വേറെ സ്വിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പ്രീമിയം സ്വിച്ച് ആണെങ്കിലും വെച്ചോളാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേങ്കിൽ അവർ വെച്ചത് സജസ്റ്റ് ചെയ്തു ഈ സ്വിച്ച് തന്നെയാണ്. എനിക്ക് ഈ സ്വിച്ച് ഇഷ്ടപ്പെട്ടു. കാരണം ഒതുങ്ങി എനിക്ക് സ്വിച്ചായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവരുടെ സ്വിച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. വേറെ നല്ല റേറ്റ് കൂടിയ സ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല പൈസ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവരോട് സംസാരിച്ച് അവർ പിന്നെയും തിരിച്ച് വിളിച്ചു. ആദ്യം അവർ പറഞ്ഞത് വണ്ടി കൊണ്ട് എല്ലാം മാറി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഒരിക്കലും നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഈ ഒരു സ്വിച്ച് മാറാൻ വേണ്ടി അത്രയും പോകുന്ന പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വിച്ച് അയച്ചു തന്നാൽ മതി, ഞാനിവിടെ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വിച്ചിൻ്റെ പൈസ കാര്യങ്ങളെല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ കൊറിയർ ചാർജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചെറുതായിട്ട് അവർ പറഞ്ഞ സംസാരം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് നമുക്ക് പറ്റിയ തെറ്റുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വിച്ച് എനിക്ക് വേണ്ടാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ബിനോയ് ചേട്ടനെ കൊടുത്ത് ഈ സ്വിച്ച് അടുപ്പിച്ച് സ്വിച്ചിൻ്റെ അകത്തുണ്ടായിരുന്ന സ്വിച്ചുണ്ട്. ഇതിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ട്. ഇപ്പം നമുക്ക് ഞെക്കുമ്പം ഈ ഒരു ടിക്കുന്ന ഒരു വർക്കിംഗ് ഇല്ലേ, ആ വർക്കിംഗ് ഉണ്ടായിരുന്നില്ല ഈ സ്വിച്ചിന്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സ്വിച്ച് നമ്മൾ മാറി വേറെ സ്വിച്ച് വെച്ചു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നിലവിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല.
ഓക്കെ ആയിട്ടുണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഇവിടുത്തെ ഒരു എല്ലങ്കി ബോൾട്ട്, ഈ ഒരു എല്ലങ്കി ബോൾട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായി. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചാണ്. ശരിക്കും അവിടെ വരുന്നത് ഇതുപോലത്തെ ഒരു സിൽവർ ബോൾട്ടാണ്, അവർ അത് മുറുക്കാനെന്തോ മറന്നിട്ട് ഇവിടുത്തെ എൽക്കി ബോൾട്ട് ഊരിപ്പോയി. ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് വേറെ ബോൾട്ട് മേടിച്ച് കട്ട് ചെയ്തിടുമായിരുന്നു ഈ ബോൾട്ട്. അങ്ങനെ 1-2 ഫോൾട്ട് അത് നോർമലി ഉണ്ടാവാമെന്നാണ്, അതുകൊണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളില്ല. പക്ഷേങ്കിൽ എനിക്ക് അവിടുന്ന് ഉണ്ടായ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ശരിയായ അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കി നമ്മൾ അവിടുന്ന് ചെയ്തിട്ട്, അതും അവർ പറഞ്ഞ പൈസ, നമ്മൾ ബാർഗൈനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളവർ പറഞ്ഞ പൈസ കൊടുത്തിട്ട് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ, അതായത് ഒരിക്കലും നമുക്ക് അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന ആളോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി പറഞ്ഞു, ചേട്ടാ എനിക്കിത് മാറി തരാൻ പറ്റില്ല, കാരണം മാറി തന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എല്ലാവരുടെ മോട്ടോഴ്സിൽ നിന്ന് എനിക്കുണ്ടായ അത്ര അവരുടെ റിപ്ലൈ അല്ലെങ്കിൽ കസ്റ്റമർ ഹാൻഡ്ലിങ് എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് വർക്കെല്ലാം ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അവിടുന്ന് വരുന്ന വരെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. വണ്ടി കാര്യങ്ങൾ എനിക്ക് വർക്കും കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളതെല്ലാം പക്ക ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞില്ല, അത്ര പക്ക നീറ്റായിട്ടാണ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. റൈഡിങ് ഗിയേഴ്സിൽ വന്നിട്ടുള്ളതാണ് ഷൂസ്, അതുപോലെ തന്നെ പാൻറ്റ്, പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ലെവൽ 2 വരുന്ന ജാക്കറ്റ്. നമുക്ക് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് തന്നാണ് ഈ പാൻറ്റും അതുപോലെ തന്നെ ഈ ജാക്കറ്റും. നമുക്ക് ഇതിന് ഏറെക്കുറെ 5000 രൂപ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജാക്കറ്റ് ലെവൽ 2ൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ജാക്കറ്റിന് തന്നെ 6000 രൂപ സംതിങ് റേറ്റ് ഉണ്ട്. നമ്മളോടുള്ള പരിചയപ്പുറത്ത് പുള്ളി തന്നാണ്, പുള്ളി യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് തന്നാണ് ഈ ഒരു നമ്മുടെ പാൻറ്റും അതുപോലെ തന്നെ ജാക്കറ്റും. ഇതിനിപ്പം പാൻറ്റിന് വരികയാണെങ്കിൽ ഇവിടെ ഒരു പാഡിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പാഡിങ്, ഈ 2 പാഡിങ്ങാണ് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പാഡിങ്ങാണ്. അതായത് എൽബോയുടെ പാഡിങ് വരുന്നുണ്ട്, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ പാഡിങ് ഉണ്ട്, പിന്നെ ഈ ബാക്ക് പാഡിങ് ഉണ്ട്. എല്ലാം ലെവൽ 2 ആണ് വരുന്നത്. ഇപ്പം ഇത്രയാണ് നമ്മുടെ പാഡിങ് വരുന്നത്. അപ്പം നമ്മളൊരു ഷൂസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ചെറിയൊരു പാഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഷൂ ആണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഓൾ ഇന്ത്യ പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും റൈഡിങ്ങിന്. സോ നമ്മളതിനനുസരിച്ച് വെള്ളം കയറാത്ത ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ലാസ്റ്റത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ വണ്ടി ഒന്ന് നോക്കി. വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ തന്നെ ഫുള്ളി മോഡലായിട്ടുള്ള ഫസ്റ്റ് വണ്ടി നമ്മുടെയാണെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയും. ഈ വണ്ടിക്ക് ഇനി ആകെ ചെയ്യാനുള്ളത് എക്സ്ഹോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലഗ്, പിന്നെ എയർ ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങൾ മാത്രമുണ്ട്. പക്ഷേ എനിക്ക് സൗണ്ടിനോട് അത്രയും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിലോട്ട് മോഡിലോട്ട് പോകാത്തത്. ബാക്കി എല്ലാ രീതിയിലും നമ്മൾ ഈ വണ്ടിയെ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും സ്പെക്ക് അല്ലെങ്കിൽ ഇത്രയും ലോഡറായിട്ടുള്ള വേറൊരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ നിങ്ങളെല്ലാവരും ചലഞ്ച് ചെയ്യുകയാണ്. ഇത്രയും സ്പെക്കിൽ ഒരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഗൊറില്ല 450? പിന്നെ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കവറിങ്, അതായത് നമ്മുടെ ഈ മാസ്റ്റർ സിലിണ്ടർ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ, ദെൻ നമ്മുടെ ഈ റിസർവോയിൽ, അതുപോലെ തന്നെ ഈ ബാക്കിലെ മാസ്റ്റർ സിലിണ്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് കവറിങ് ചെയ്യാം. പക്ഷേങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ പറയുന്നത്, എനിക്ക് അതൊന്നും അങ്ങനെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ അതൊഴിച്ച് ഇത്രയും സ്പെക്ക് അല്ലെങ്കിൽ ഇത്രയും ലോഡറായിട്ടുള്ള വേറൊരു വണ്ടി കാണിച്ചു തരാമെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് അയക്കട്ടോ. അങ്ങനെ കാണിച്ചു തരുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അതിൻ്റെ പൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം പുറകിന് വരുന്നുണ്ട്. നമ്മുടെ ട്രിപ്പും കാര്യങ്ങളെല്ലാം ഓണാണ്. അപ്പം ജാനുവരി 5 തൊട്ട് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളെല്ലാം പോകാൻ തുടങ്ങും. സോ എല്ലാവരും സ്റ്റേ ഓൺ ചെയ്യുക. സബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും കുറച്ച് ഷോർട്സ് കാര്യങ്ങൾ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ കുറച്ച് ഷോർട്സ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. അയ്യോ, നമ്മുടെ കൂട്ടുകാരുള്ള അർജുനെ നമ്മൾ പരിചയപ്പെടുത്തില്ല കേട്ടോ. അവനെ നാണോ കേട്ടോ അതിന്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. Every minute with the fever dreams, I push my mind to a limit where it needs to be. I work blind, got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns sour with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hating like a hobby. I'm out here making moves like a lobby. And if you ain't with me, it's your loss, see. I got my mind on the facts, I'm a python, grab what I like real fast. Choke until I have everything I attack, everything that I lack, everything that I want and I see, matter of fact. Cause I'm my own worst enemy. Only if I let it be. I can control anything if I can just think carefully. I control my destiny. Deep up in my mind I manifest it. Every morning I wake up obsessed and everything I do the best.
ഗൈസ് ഇതാണ് മറ്റേ സാധനം മിറർ. ഇത് ക്ലച്ച് ലിവർ. ഇത് ഇൻഡിക്കേറ്റർ, മറന്നുപോയില്ല ഇൻഡിക്കേറ്റർ. അതും വിത്ത് ഹസാർഡ്. അയ്യോ ഇതിൻ്റെ ഈ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഹസാർഡാണ് അത്. കണ്ടോ, താക്കോൽ ഒരു വീട്ടിൽ കൊണ്ടുപോയാലും ഹസാർഡ് കത്തിക്കിടക്കും. അത് ഓഫാവില്ല. പക്ഷേ ഇത് ഓഫ് ചെയ്താൽ അത് ഓഫാവും. ഇനി ഓണാക്കിയാൽ ഓണാവില്ല. ഇതിൻ്റെ സ്പെസിഫിക് കാര്യങ്ങളാണ്, ഒന്നും അറിഞ്ഞുകൂടാ. ഇതൊക്കെ മെറ്റലാ, അറിയുമോ? പിന്നെ ഈ നമ്പർ പ്ലേറ്റ് ഇതാണ് യൂണീക്ക്. ഇതിൻ്റെ 200. നമുക്ക് കല്ല് തപ്പാൻ പോകും. കോപ്പ് കണ്ണ് കാണത്തില്ല. ഇവരൊക്കെ ഇവിടെ ഒന്ന് കിട്ടി എടുത്ത് വെച്ച്. ഇവിടെ കല്ലില്ല ഇവിടെ. ആ ഹെൽമെറ്റ് കൊടുക്കട്ടെ. ശരിയാ ഗൈസ്, ക്യാമറ നമുക്ക് തിരിച്ചു കൊടുക്കാം.